നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികൾക്ക് മുന്നറിയിപ്പുമായി ഹജ്ജ് മന്ത്രാലയം. റംസാനിൽ ഒന്നിലധികം തവണ ഉംറ ചെയ്യുവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹജ്ജ് മന്ത്രാലയം. ചൊവ്വാഴ്ച ആരംഭിച്ച റംസാൻ മാസത്തിൽ തീർത്ഥാടകർക്ക് ഒരു തവണ മാത്രമേ ഉംറ നിർവഹിക്കുവാൻ അനുമതിയുള്ളൂ എന്ന കടുത്ത തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പക്ഷേ വ്രതാനുഷ്ഠാന മാസത്തിലുടനീളം മക്കയിലെ ഹറം പള്ളിയിൽ 5 നിർബന്ധിത നമസ്കാരങ്ങളും നടത്തുന്നതിന് അനുമതി നേടാമെന്ന് മന്ത്രാലയം ട്വിറ്റർ അക്കൗണ്ടിൽ പ്രസ്താവന വ്യക്തമാക്കി. ആദ്യത്തെ ഉംറ പെർമിറ്റ് നേടിയ തീർത്ഥാടകർക്ക് പ്രസ്തുത പെർമിറ്റ് കാലഹരണപ്പെടുന്നതിന് മുൻപ് മറ്റൊരു ഉംറ പെർമിറ്റിന് അപേക്ഷിക്കാൻ കഴിയില്ലെന്ന് മന്ത്രാലയത്തിൻ്റെ ആപ്ലിക്കേഷൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഹറമിൽ നിർബന്ധിത പ്രാർത്ഥന നിർവഹിക്കുന്നതിനുള്ള അനുമതിക്കായി തീർത്ഥാടകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആരാധകർക്ക് ഒരു ദിവസത്തെ 5 നേരത്തെ പ്രാർത്ഥനയ്ക്കുള്ള അനുമതി ലഭിക്കും. പക്ഷേ ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിൽ പ്രാർത്ഥന നടത്തുവാനുള്ള ഒരുമിച്ചുള്ള അനുമതി ഒരപേക്ഷകന് ലഭ്യമാവുകയില്ല. ആദ്യത്തെ ദിവസത്തെ പെർമിറ്റിൻ്റെ കാലാവധി അവസാനിച്ചതിനു ശേഷം 2ാം ദിവസത്തേക്ക് പെർമിറ്റിനായി അപേക്ഷിക്കാവുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിനായി അനുവദിച്ച പെർമിറ്റിൽ റംസാൻ മാസത്തെ പ്രത്യേക രാത്രികാല പ്രാർത്ഥനയായ തരാവീഹ് പ്രാർത്ഥനയും ഉൾപ്പെടുത്തിയിരിക്കും. മക്കയിലെ ഹറമിലും മദീനയിലെ പ്രവാചക പള്ളിയിലും തരാവീഹ് ചുരുക്കി നമസ്കരിക്കാൻ സൽമാൻ രാജാവ് തിങ്കളാഴ്ച ഉത്തരവിടുകയും ചെയ്തു. തറാവീഹ് പ്രാർത്ഥനകൾ 20 റകത്തുകളിൽ നിന്ന് 10 റകത്തുകളായി ചുരുക്കുമെന്നും കോവിഡ് പ്രോട്ടോകോൾ മുൻകരുതൽ നടപടികൾ കർശനമായി പാലിക്കുമെന്നും ഹറം കാര്യാലയ മന്ത്രാലയം ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ അൽ സുദൈസ് പറഞ്ഞു. തീർത്ഥാടകരെ സേവിക്കുന്നതിലും കൊറോണ വൈറസിൽ നിന്ന് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിലും ഹറം കാര്യാലയവും മറ്റ് ഏജൻസികളും കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ റംസാൻ മാസത്തിൽ മക്ക മദീന വിശുദ്ധ പള്ളികളിൽ ഉംറയും പ്രാർത്ഥനയും അധികൃതർ അനുവദിച്ചിരുന്നു. എന്നാൽ വിശുദ്ധ പള്ളികളിൽ ഇത്തിക്കാഫ്, ഇഫ്താർ ഭക്ഷണം എന്നിവ വിലക്കിയിരുന്നു. വിശുദ്ധ മാസത്തിൽ ഹറം പള്ളിയിൽ വാക്സിനേഷൻ നൽകിയ 50,000-ഓളം ഉംറ തീർത്ഥാടകരെയും 1 ലക്ഷത്തോളം ആരാധകരെയും ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.